പി ജയരാജൻ, ഇ.പി. ജയരാജൻ, പിണറായി വിജയൻ, എം.വി. ജയരാജൻ, ഇവരാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരകന്മാർ. നന്നായിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു അക്ഷരത്തെറ്റ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു അക്ഷരത്തെറ്റാണ് നികേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം. കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗ്രാമറിനെയും തെറ്റിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എന്താണ് അത് വ്യക്തമാക്കണം. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. CMP രൂപീകരിക്കുമ്പോൾ 6-ലോ 7-ലോ എന്തായാലും പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അത് ഇവാനിയസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്നത്. എംബിആറിൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയൊരു കുട്ടി CMPയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചത്. മാഗസിൻ എഡിറ്ററായിട്ട് ജയിച്ചു. അടുത്ത കൊല്ലം ഞങ്ങളോട് ആരോടും പറയാതെ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ചെയർമാനായി. എംബിആറിൻ്റെ മക്കളിൽ CMPയിൽ അംഗത്വമില്ലാത്ത ഏക ആളായിരുന്നു നികേഷ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ MV രാജേഷ് CMPയുടെ യുവജന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരുന്നു. വളരെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ DSF എന്ന സംഘടന വളരെ ദുർബലമായിരുന്നു. പിന്നീട് അത് നിർവീര്യമാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഗിരീഷ്, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ, വളരെ വലിയ ബുദ്ധിജീവികളൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്ന് DSFൻ്റെ കൗൺസിലറായിരുന്നു.